ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ വചനത്തിലൂടെ ശരിയായ വഴി മനസ്സിലാക്കി പാപത്തെ ഒഴിവാക്കി പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. പരിശുദ്ധാത്മാവേ, പാപത്തിൽ നിന്നകറ്റി ഞങ്ങളെ വഴി നടത്തണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗമാണ്. ഇത് അല്പം ഗൗരവമുള്ളതാണ്. സാധാരണ പറയുന്നത് പോലെ അത്ര ലളിതമാകാൻ തരമില്ല. അതുകൊണ്ട് ബൈബിൾ എടുത്തു, അതായിരിക്കും എളുപ്പം. ബൈബിൾ നോക്കി നോക്കി നമുക്ക് മുന്നോട്ട് പോകണം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെ ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങളാണ്. മരുഭൂമിയിലെ പ്രലോഭനമാണ്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും നമ്മളിത് കാണുന്നുണ്ട്. ഈ വിഷയം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രലോഭനം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം, ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു, പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയി എന്നത് വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പ്രലോഭനങ്ങളെക്കുറിച്ച് 2 തിരിച്ചറിവുകൾ ഉണ്ടാകണം. ഒന്നാമത്തത്, ഈശോയ്ക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഇത് മനസ്സിൽ പതിച്ചോണം. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പരിഭ്രമിക്കരുത്. ഈശോയ്ക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്കും പ്രലോഭനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ ഈശോയുടെ വഴിയെ, നന്മയുടെ വഴിയെ, സുവിശേഷത്തിൻ്റെ വഴിയെ നടക്കാൻ തീരുമാനമെടുക്കുന്നതിൻ്റെ പിറ്റേ നിമിഷം തൊട്ട് നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല കുമ്പസാരം നടത്തി നോക്കണം. ആത്മാർത്ഥമായി, അനുതാപത്തോടെ, കണ്ണീരോടെ ഒരു കുമ്പസാരം നടത്തിയിട്ട് കുമ്പസാര കൂടുവിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നേരം തൊട്ട് ശക്തമായ പ്രലോഭനങ്ങൾ നമ്മളെ അനുധാവനം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ പ്രലോഭനങ്ങളെക്കുറിച്ച് 2 തിരിച്ചറിവുകൾ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തത്, പ്രലോഭനങ്ങൾ ഉണ്ടാകും. പ്രലോഭനങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, പ്രലോഭനങ്ങൾ ഉണ്ടാകണം. പ്രലോഭനങ്ങൾ എന്താ വ്യത്യാസം? അത് ഞാൻ പറഞ്ഞു, പ്രലോഭനങ്ങൾ ഉണ്ടാകും. കാരണം ഈശോയ്ക്ക് പ്രലോഭനങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്കും പ്രലോഭനങ്ങൾ ഉണ്ടാകും. രണ്ടാമത് പറഞ്ഞത്, പ്രലോഭനങ്ങൾ ഉണ്ടാകണം. എന്തിനാ പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടത്? ഈ പ്രലോഭനങ്ങളാണ് നമ്മൾക്ക് കൂടുതൽ കരുത്ത് തരുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ജീവിതത്തിലെ പഴയ കാലങ്ങൾ എല്ലാം സുഗമമായി പോയ കാലത്താണോ അതോ പ്രലോഭനങ്ങളിലും പരീക്ഷകളിലും പെട്ട് നമ്മളിങ്ങനെ ആടി ഉലഞ്ഞ കാലത്താണോ നമുക്ക് കരുത്ത് കൂടിയത്? ഇത് പ്രലോഭനങ്ങൾ ഉണ്ടായ കാലത്താണ്. ഈശോയോട് സംഭവിച്ചത് അത് തന്നെയാണ്. അവൻ്റെ പരസ്യ ജീവിതം അങ്ങോട്ട് ആരംഭിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോഴേ അവന് പ്രലോഭനങ്ങൾ ഉണ്ടാവുകയാണ്. ആ പ്രലോഭനങ്ങൾ അവൻ്റെ കരുത്ത് കൂട്ടുകയാണ് ചെയ്തത്. അതായത്, ഒരിക്കലും ഒരു ശാന്തമായ സമുദ്രം ഒരു വിദഗ്ധനായ നാവികനെ സൃഷ്ടിക്കുന്നില്ല എന്ന ഇംഗ്ലീഷ് പഴമൊഴി പോലെ, ശാന്തമായ സമുദ്രം ഒരിക്കലും ഒരു വിദഗ്ധനായ നാവികനെ സൃഷ്ടിക്കുന്നില്ല. ഈ ആടി ഉലയുന്ന തിരമാലകളിലൂടെ കപ്പലോടിച്ച് ശീലിക്കുന്നവനാണ് വിദഗ്ധനായ നാവികനായി, കപ്പിത്താനായിട്ട് മാറുന്നത്. പ്രലോഭനങ്ങളെക്കുറിച്ച് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തായിരുന്നു അത്? ഒന്നാമത്, പ്രലോഭനങ്ങൾ ഉണ്ടാകും. 2, പ്രലോഭനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകേണ്ട കുറച്ച് തിരിച്ചറിവുണ്ട്. അതും കൂടെ മനസ്സിലാക്കിയേക്കണം. പ്രലോഭനം തരുന്നത് ആരാ? ദൈവമാണോ നമുക്ക് പരീക്ഷകളും പ്രലോഭനങ്ങളും തരുന്നത്? അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. ദൈവം നമ്മളെ പരീക്ഷിക്കില്ല. ദൈവം നമുക്ക് പ്രലോഭനങ്ങൾ തരില്ല എന്ന കാര്യം മനസ്സിലാക്കിക്കോണം. ഇതെവിടെയുണ്ട്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം ശ്രദ്ധയോടെ കേൾക്കുക. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല,
അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ദൈവമാണ് എന്നെ പരീക്ഷിക്കുന്നതെന്ന് ദയവ് ചെയ്ത് പറഞ്ഞു കളഞ്ഞേക്കരുത്. അപ്പോൾ അടുത്ത പ്രലോഭനത്തെക്കുറിച്ചുള്ള അടുത്ത തിരിച്ചറിവാണ്, ദൈവമല്ല നമ്മളെ പരീക്ഷിക്കുന്നത്, പ്രലോഭനങ്ങൾ നൽകുന്നത് ദൈവമല്ല. പിന്നെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകേണ്ട മറ്റൊരു തിരിച്ചറിവ്, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത, നമ്മളെ കൊണ്ട് അതിജീവിക്കാൻ പറ്റാത്ത ഒരു പ്രലോഭനങ്ങളിലേക്കും ദൈവം നമ്മളെ വിട്ടുകൊടുക്കില്ല. അതെവിടെയുണ്ട്? കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ഇന്നോളം ഉണ്ടായിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഏത് പ്രലോഭനം ഉണ്ടാകുമ്പോഴും ഓർക്കണം, അതിനെ അതിജീവിക്കാനുള്ള ശക്തി കൂടി ദൈവം നമുക്ക് തരുന്നുണ്ട്. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുപോലെ നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ട ഒരു വചനം കൂടെ പറഞ്ഞ് ഈ പ്രലോഭനത്തെക്കുറിച്ചുള്ള ഈ ഒരു ആമുഖ പ്രഭാഷണം നമ്മൾ അവസാനിപ്പിക്കും കേട്ടോ. അതിനുശേഷം ഈശോയ്ക്കുണ്ടായ 3 പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്, പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. കാരണം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ, പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയ ഒരു ദൈവമാണ് ഈശോ തമ്പുരാൻ നമുക്കുണ്ട് എന്ന തിരിച്ചറിവ് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യമാണിത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞായിരുന്നു, അല്പം കട്ടി കാണും, പ്രലോഭനം ഉണ്ടാകും. എന്ത്? ചിന്തകൾ മാറിപ്പോകാൻ, ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതാണെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോകാൻ അരുത്. പ്രലോഭനമാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ അടങ്ങിയിരുന്ന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൃപ ചോദിച്ചു വാങ്ങി ഇതിനെ മനസ്സിലാക്കുക. ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയം. ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രലോഭനങ്ങളെക്കുറിച്ച് ഒരാവർത്തി ഒന്ന് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. ഒന്നാമത്തത്, പ്രലോഭനങ്ങൾ ഉണ്ടാകും. ആ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം നമുക്ക്. നമ്മുടെ ജീവിതത്തിലും പ്രലോഭനങ്ങൾ ഉണ്ടാകും. കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പോലും പ്രലോഭിപ്പിക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. 2, പ്രലോഭനങ്ങൾ ഉണ്ടാകണം. എന്തിന്? പ്രലോഭനങ്ങൾ നമ്മുടെ ശക്തി കൂട്ടും, നമ്മുടെ കരുത്ത് കൂട്ടും. അങ്ങനെ പ്രലോഭനങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് പിന്നെ പ്രലോഭനം ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത, അതിജീവിക്കാൻ കഴിയാത്ത ഒരു പ്രലോഭനവും ഉണ്ടാവുകയില്ല. ദൈവമല്ല പ്രലോഭനം തരുന്നത്. ഇത് ഓർക്കണം. അവസാനമായിട്ട് ഓർക്കേണ്ട കാര്യം, നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ട ദൈവം നമുക്ക് പിന്തുണ നൽകും, കരുത്ത് നൽകും പ്രലോഭനത്തിൻ്റെ വേളകളിൽ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങളിലേക്ക് 3 പ്രലോഭനങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ഞാൻ തന്നെയും ഒരുപാട് ഇടങ്ങളിൽ നിന്നും ഒരുപാട് വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാടില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ പറയുന്നത് മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്നും ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങളെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. 1-ാമത്തെ പ്രലോഭനം എന്തായിരുന്നു? അത് ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് 1-ാമത്തെ പ്രലോഭനം കല്ലുകളെ അപ്പമാക്കുക. നിന്റെ വിശപ്പിന് പരിഹാരമായിട്ട് ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. ഇതായിരുന്നു 1-ാമത്തെ പ്രലോഭനം. ഈ 1-ാമത്തെ പ്രലോഭനത്തെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കാനുള്ള പ്രലോഭനം. ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കാനുള്ള പ്രലോഭനം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പുരികൻ ചുളിക്കും. ഞാനും ആദ്യം ഇത് മനസ്സിലാക്കിയപ്പോൾ ഒന്ന് പുരികൻ ചുളിച്ചായിരുന്നു. ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുക്കാനുള്ള പ്രലോഭനം, അതൊരു പ്രലോഭനമാണോ? അതിലെന്താണ് തെറ്റുള്ളത്? ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സ്വന്തം കഴിവുകൾ കൊണ്ട് നേടിയെടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതായത് ഈശോയ്ക്ക് കഴിവുണ്ട്. എന്ത്? കല്ലിനെ അപ്പമാക്കാൻ കഴിവുണ്ട്. ഈശോയ്ക്ക് ഒരു ആവശ്യമുണ്ട്. എന്താണ് അവൻ്റെ ആവശ്യം? ഈശോയ്ക്ക് വിശപ്പുണ്ട്, അവന് ഭക്ഷണം വേണം. അപ്പോൾ പിന്നെ ഈ കഴിവ് അവൻ ഈ കല്ലുകളെ അപ്പമാക്കാൻ ഉപയോഗിച്ചുകൂടെ? ഇതാണ് പ്രലോഭനം. പാടില്ല. കാരണം എന്താണെന്നറിയാമോ? ഈശോയുടെ ഈ കഴിവ് ഇത് ഇവന് വേണ്ടിയുള്ള കഴിവല്ല. കല്ലുകളെ അപ്പമാക്കുവാൻ ഇവന് കിട്ടിയിരിക്കുന്ന ഈ സിദ്ധി, ഈശോയ്ക്കുള്ള ഈ കഴിവ്, അത് ഇവന് വേണ്ടിയുള്ള കഴിവല്ല.
ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കഴിവാണ്. 3 വർഷത്തെ പരസ്യജീവിത കാലത്ത് ഒരിക്കൽ പോലും ഈശോ തനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല എന്ന സത്യം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം. എന്തിന്? കുരിശിൽ കിടക്കുമ്പോൾ പോലും അവൻ്റെ കഴിവിൻ്റെ, അവൻ്റെ ശക്തിയുടെ തരി പോലും പ്രയോഗിച്ചിട്ടില്ലെന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം. എൻ്റെ കഴിവുകളെ എനിക്കുണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള പ്രലോഭനം. ഇതിനകത്തൊരു അപകടമുണ്ട്. ശരിക്കും നമ്മളിലേക്ക് തന്നെ വരുമ്പോൾ ഇതിൻ്റെ അപകടം ഉണ്ടാകും. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചില കഴിവുകളുടെ പർപ്പസ്, ഉദ്ദേശം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നതല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, സുഹൃത്തുക്കൾ, അംഗീകാരം, ഇതൊക്കെ നമുക്ക് വേണ്ട ആവശ്യങ്ങളാണ്. ഇതൊക്കെ നമുക്കുള്ള കഴിവുകൾ കൊണ്ട് നേടിയെടുക്കാനുള്ള പ്രലോഭനം. എന്താണെന്ന് വെച്ചാൽ ഈ പ്രലോഭനത്തിന് നമ്മൾ വിധേയപ്പെട്ടു പോയാൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന 2-3 മാറ്റങ്ങളാണ് ശരിക്കുമുള്ള കെണി. ശരിക്കുമുള്ള കെണി അവിടെയാണ്. അതായത് ഒന്നാമത് ഞാൻ ചിന്തിച്ചു തുടങ്ങും, ഇതൊക്കെ എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുള്ള ചിന്ത വരും. അവിടെയാണ് ഇതിൻ്റെ പാപം കിടക്കുന്നത്. ഈ പ്രലോഭനത്തെ തുടർച്ചയായിട്ട് വരുന്ന പാപം അതാണ്. ഈ കാണുന്ന, ഞാൻ നേടിയെടുത്ത, ഞാൻ സ്വന്തമാക്കിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണെന്നുള്ള മിഥ്യാബോധം വരും. അവിടെ പാപമുണ്ട്. എന്നിട്ടോ ഈ കഴിവുകൾ നൽകിയ ദൈവത്തെ ഞാൻ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു കളയും. ഇവിടെയാണ് ഈ പാപം കിടക്കുന്നത്. പ്രലോഭനത്തിൽ ആദ്യ നോട്ടത്തിൽ പാപമുണ്ടെന്ന് തോന്നില്ല. ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സ്വന്തം കഴിവുകൾ കൊണ്ട് നേടിയെടുക്കുന്നതിൽ എന്താണ് പാപമുള്ളത്? പാപം ഇതാണ്: ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സ്വന്തം കഴിവുകൾ കൊണ്ട് നേടിയെടുക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഞാൻ ഈ കഴിവുകൾ നൽകിയ ദൈവത്തെ മറക്കും. ഇതൊക്കെ എൻ്റെതാണെന്ന് തോന്നി തുടങ്ങും. എന്നിട്ടോ ദൈവം എനിക്ക് ഈ കഴിവ് എന്തിനാണ് തന്നതെന്നുള്ള ബോധം പോലും മറക്കും. ശരിക്കും എനിക്ക് ദൈവം പല കഴിവുകളും നൽകിയത് എനിക്ക് വേണ്ടി അല്ലായിരുന്നു. ദൈവം എനിക്ക് പല കഴിവുകളും നൽകിയത് എനിക്ക് വേണ്ടി അല്ലായിരുന്നു. അത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ഈശോയ്ക്ക് കഴിവുകൾ കൊടുത്തിരുന്നത് പോലെ അത് ഞാൻ മറക്കും. എല്ലാം എനിക്ക് വേണ്ടി, ഞാൻ എനിക്ക് വേണ്ടി എന്നുള്ള ചിന്ത വരും. ബാങ്ക് ബാലൻസ് പെരുകുമ്പോഴും തൊട്ടപ്പുറത്തെ വീട്ടിൽ പട്ടിണി മൂലം വലയുന്ന കുഞ്ഞുങ്ങളെയും അവിടെ പാർക്കുന്നവരെയും കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ ഈ പ്രലോഭനത്തിന് നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞു. എൻ്റെത് എനിക്ക് വേണ്ടി. മനസ്സിലായോ? അല്പം കഷ്ടപ്പെട്ടാണ് ഞാനും ഇതൊന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം, സങ്കീർണമാണിത്. എങ്കിലും ഒന്നാമത്തെ പ്രലോഭനം ഓർക്കുക: ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സ്വന്തം കഴിവുകൾ കൊണ്ട് നേടിയെടുക്കാനുള്ള പ്രലോഭനം. കുറച്ചുകൂടെ ദൈവശരണം ഉണ്ടാകണമെന്നുള്ളതാണ് ഈ പ്രലോഭനത്തിനുള്ള മറുപടി. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നീ ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഒരുക്കുമ്പോൾ മുകളിലുള്ള ദൈവത്തെ മറക്കുന്നെങ്കിൽ, അവൻ്റെ വചനം മറക്കുന്നെങ്കിൽ നീ പാപത്തിൽ വീണുപോയി. ഇതാണ് ഈ പ്രലോഭനത്തിൻ്റെ കെണി. അത് ഓർത്തേക്കുക. അങ്ങനെ കേവലം ഈ ഭൂമിയുടെ മാത്രമായി നമ്മൾ ജീവിച്ച് തീർന്നു പോകും. ആ പ്രലോഭനം അവിടെ നിൽക്കട്ടെ. നമ്മൾ രണ്ടാമത്തെ പ്രലോഭനത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ പ്രലോഭനം, ഇത് കുറച്ചുകൂടെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. രണ്ടാമത്തെ പ്രലോഭനം എന്തായിരുന്നു? പ്രലോഭനം, പിശാച് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് ഒന്ന് കാണിച്ചിട്ട് പറയുകയാണ്, നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്കുള്ളതാണ്. നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്കുള്ളതാണ്. നീ ഇതിൻ്റെയൊക്കെ രാജാവായിട്ട് വാഴും. ഈ പ്രലോഭനത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്നറിയാവോ? ഈ പ്രലോഭനത്തെ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിച്ച് കേൾക്കുക, എൻ്റെ ലക്ഷ്യങ്ങളെ കോംപ്രമൈസിലൂടെ സ്വന്തമാക്കാനുള്ള പ്രലോഭനം. കോംപ്രമൈസ് എന്നുള്ളതിന് അത്രത്തോളം നല്ലൊരു മലയാളം വാക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ ഇംഗ്ലീഷിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. എൻ്റെ ലക്ഷ്യങ്ങളെ, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, എൻ്റെ ലക്ഷ്യങ്ങളെ കോംപ്രമൈസിലൂടെ, ആരോട് കോംപ്രമൈസ്? പിശാചിനോട് കോംപ്രമൈസ് ചെയ്ത് നേടിയെടുക്കാനുള്ള പ്രലോഭനം. അതായത് ഈശോയ്ക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ഈശോയുടെ ലക്ഷ്യം? സ്വർഗരാജ്യം, അവൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുക. ഇതാണ് ഈശോയുടെ ലക്ഷ്യം. പിശാച് പറയുകയാണ്, നിന്റെ ഈ ലക്ഷ്യം ഞാൻ സാധിച്ചു തരാം, നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി. ഈശോയ്ക്ക് ഈ ലക്ഷ്യം സാധിക്കാൻ ഒരു ശൈലിയുണ്ട്, ഒരു വഴിയുണ്ട്. എന്താണ് ആ വഴി? ആ വഴി കുരിശിൻ്റെ വഴിയാണ്. കുരിശിലൂടെ വേണം അവൻ ഈ രാജ്യം സ്ഥാപിക്കുവാൻ. പിശാച് ഒരു എളുപ്പ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. നീ എന്തിനാ വെറുതെ കുരിശിൽ കയറി കഷ്ടപ്പെടാൻ പോകുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ എന്നെ ഒന്ന് ആരാധിച്ചാൽ ദേ നിന്റെ ലക്ഷ്യം എന്താണോ നീ ആഗ്രഹിച്ചത് അതൊക്കെ നിനക്ക് ഇപ്പോൾ സാധിച്ചു തരും. ഇത് വലിയ പ്രലോഭനമാണ്.
പിശാച് ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി സകല രാജ്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഓഫർ വെച്ചെങ്കിൽ ഇന്ന് നമുക്കുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളില്ലാത്ത ആരാ ഉള്ളേ? എന്തെങ്കിലുമൊക്കെ എത്തിപ്പിടിക്കണമെന്ന്, എവിടം വരെയെങ്കിലുമൊക്കെ എത്തണമെന്ന്, ആയിത്തീരണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? ഉദാഹരണത്തിന് നിങ്ങൾ മനസ്സിൽ കാണുക, പിശാച് നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കൊള്ളാവുന്ന വീട് കാണിക്കുകയാണ്. നീ നോക്കിയേ, ആ വീട് നോക്കിയേ, അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന BMW ബെൻസ് കാറ് കണ്ടേ, അതിനപ്പുറത്തെ 2-3 വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ കണ്ടേ, ഇതൊക്കെ നിനക്കുള്ളതാണ്. ഇതൊക്കെയല്ലേ നിന്റെ ആഗ്രഹം? ഇവിടം വരെയൊക്കെ എത്തണം നിന്റെ ആഗ്രഹം. ഇതൊക്കെ നിനക്കാകാം, ഇതൊക്കെ ആകാം. അതിന് നീ വെറുതെ എന്തിനാണ് ഈ കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച്, ഇത്രയും അധ്വാനിച്ച്, ഇത്രയും വിയർപ്പൊഴുക്കി ഇതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട്? അതൊന്നും വേണ്ട. നീ എന്നെ ഒന്ന് ആരാധിച്ചേ, ഒന്ന് കോംപ്രമൈസ് ചെയ്തേ. ഞാൻ ഇതെല്ലാം നിനക്ക് ക്ഷണനേരം കൊണ്ട് തരാം, ഇതെല്ലാം ഞാൻ നിനക്ക് ഒരു കഷ്ടപ്പാടുമില്ലാതെ തരാം. ഇതാണ് പിശാചിൻ്റെ പ്രലോഭനം. ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ പിശാചിനോട് കോംപ്രമൈസ് ചെയ്ത് നേടിയെടുക്കാൻ ഉള്ള പ്രലോഭനം. ഒരു തവണ എന്നാ പറയുന്നത്, ഒറ്റ നേരം ഒരു തവണ നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ മതി, ഇതെല്ലാം തന്നേക്കാമെന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാ പാപവും ആദ്യമായി നമ്മൾ ചെയ്തപ്പോൾ ഒരു തവണത്തേക്കാണ് ചെയ്തത്. അപകടത്തോടെ മനസ്സിലാക്കണം, അതായത് വലിയ ഞെട്ടലോടെ മനസ്സിലാക്കണം. എല്ലാ പാപവും നമ്മൾ ആദ്യ വട്ടം ചെയ്തപ്പോൾ ഒരു തവണത്തേക്കാണ് ചെയ്തത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത, മാറ്റി നിർത്താനാകാത്ത തടക്കദോഷങ്ങൾ പോലെ കൂടെ കൂടിയിരിക്കുന്ന പല പാപങ്ങളും നമ്മൾ ആദ്യമായി ചെയ്തത് ഒരു തവണത്തേക്കാണ്. ഒരു തവണത്തേക്ക് കോംപ്രമൈസ് ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ പുറത്ത് കിടക്കാൻ നമ്മളെ കൊണ്ടാകുന്നില്ല. ഞാൻ കുട്ടനാട്ടുകാരനാണ്. ചങ്ങനാശ്ശേരി രൂപതയിലെ ചമ്പക്കുളം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ കുട്ടനാട്ടിൽ ഞങ്ങൾ ഈ നെൽപ്പാടം പറ്റിച്ചു കഴിയുമ്പോൾ വെള്ളമൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് അവിടെ ചാലുകളുണ്ട്, അവിടെ മീൻ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഒറ്റാലെന്ന് പറയും, ഒറ്റാലുകൂട്, അങ്ങനെ ഒരു സാധനമുണ്ട്, ഒറ്റാലുകൂട്. ഈ ഒറ്റാലുകൂട് ഈ ചെറിയ ചാലുകളിൽ വെക്കും, എന്നിട്ട് മീനുകളെയൊക്കെ അങ്ങോട്ട് തട്ടി കയറ്റും. ഈ ഒറ്റാലുകൂടിൻ്റെ പ്രത്യേകത, ഇതിനൊരു എൻട്രൻസ് ഉണ്ട്, ഒരൊറ്റ വാതിലുണ്ട് ഇതിനകത്തേക്ക്, പിന്നെ ഒരു കൂടാണ്. അപ്പോൾ ഈ മീന് ഈ വാതിൽ വഴി അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറുന്ന മീനിൻ്റെ വിചാരം, അകത്തേക്ക് കയറിയല്ലോ, അതൊരു വാതിൽ വഴിയല്ലേ കയറിയത്, എന്നാൽ പിന്നെ ആ വാതിലിൽ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്നൊരു മിഥ്യാബോധം, തെറ്റിദ്ധാരണ ഒരു പക്ഷേ ഈ മീനുകൾക്കുണ്ടാകാം. പക്ഷേ ഈ ഒറ്റാലുകൂടിൻ്റെ വാതിലിൻ്റെ പ്രത്യേകത, ഈ വാതിലൂടെ അങ്ങോട്ടേ കയറാൻ പറ്റൂ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുപോലെയാണ് പാപവും. ചില പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത് ഒരു തവണത്തേക്ക്, ഒറ്റ തവണത്തേക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഒന്ന് കയറി നോക്കിക്കുക ഒരു തവണത്തേക്ക്. പക്ഷേ ഇത് ഒറ്റാലുകൂടാണ്, അപകടം പിടിച്ച ഒറ്റാലുകൂടാണ് പല പാപങ്ങളും. ഒരു തവണ കയറിപ്പോയാൽ പിന്നെ നിന്നെ കൊണ്ട് ഒരിക്കലും ഇതിൻ്റെ പുറത്ത് കടക്കാൻ വയ്യാത്ത വിധം കെണിയിൽ അകപ്പെടുത്തി കളയും നിന്നെ. കോംപ്രമൈസ് ചെയ്യരുത്, ഇത് അപകടമാണിത്. നിനക്ക് ലക്ഷ്യങ്ങളുണ്ട്, ആയിക്കോട്ടെ, ഒരുപാട് മെച്ചപ്പെടണം, കുടുംബാന്തരീക്ഷം മെച്ചപ്പെടണം, സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടാകണം. പക്ഷെ അതിന് അധാർമികതയുടെ വഴിയെ പോകരുത്, ചതിയുടെ വഴിയെ പോകരുത്. ഇതൊക്കെയാണ് പിശാചിൻ്റെ പ്രലോഭനം. ഒരു തവണത്തേക്ക് നീ ഇങ്ങനൊരു ചതി കാണിച്ചേ, നിനക്കെല്ലാം കിട്ടുമല്ലോ. ഒരു തവണത്തേക്ക് കള്ളത്തരം കാണിച്ചേ, എല്ലാം കിട്ടുമല്ലോ. അരുത്. ഈ പ്രലോഭനത്തെ നമുക്ക് അതിജീവിക്കണം. ലക്ഷ്യബോധമൊക്കെ വേണം, പക്ഷേ അതിന് സാത്താനെ കൂട്ടുപിടിക്കരുത്, പിശാചിനെ കൂട്ടുപിടിക്കരുത്. ഒറ്റാലുകൂടാൻ ഓർക്കണം. ഞാൻ ഉദാഹരണം പറയാം ഇതിന്, സുവിശേഷം തന്നെ. ഹെറോദോസ് ചെയ്ത ആദ്യത്തെ പാപം എന്തായിരുന്നു? അത് ഹെറോദോസ് മോഹിച്ച് കൊതിച്ച് ചെയ്ത പാപമാണ്. എന്താ അത്? ഹെറോദോസ് സഹോദര ഭാര്യയെ സ്വന്തമാക്കി. ഇത് ഇയാൾ ഉള്ളിൽ പ്ലാൻ ചെയ്തിട്ട് ആഗ്രഹിച്ച് ചെയ്ത പാപമാണ്. സഹോദര ഭാര്യയെ സ്വന്തമാക്കി. അടുത്ത പാപം എന്താ ഇയാൾ ചെയ്തത്? സ്നാപക യോഹന്നാനെ കാരാഗ്രഹത്തിലാക്കി. ഇത് ഇയാൾ ആഗ്രഹിച്ചിട്ടില്ല, ഈ പാപം ഇയാൾ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെന്താ? ഇയാൾ നിർബന്ധിതനായി. എന്തുകൊണ്ട്? ആദ്യത്തെ പാപം മറച്ചു വെക്കാൻ വേണ്ടി ഇയാൾ നിർബന്ധിതനായി സ്നാപക യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ. മൂന്നാമത്തെ പാപം എന്തായിരുന്നു ഹെറോദോസ് ചെയ്തത്? മൂന്നാമത്തെ പാപം ചെയ്തത് നിഷ്കളങ്കനായ സ്നാപക യോഹന്നാന്റെ കഴുത്തറത്തു. ഇത് ഇയാൾ ആഗ്രഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് ഇയാൾക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യവുമില്ലായിരുന്നു. പക്ഷേ ഒറ്റാലുകൂടിനകത്തായിപ്പോയി. ഇനി ഇയാളെ കൊണ്ട് പുറത്തു കടക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് പല പാപങ്ങളും. ആദ്യത്തെ പാപം ആഗ്രഹിച്ച് ചെയ്യുന്നതായിരിക്കും, അടുത്ത പാപം ആദ്യ പാപം മറച്ചു വെക്കാൻ ചെയ്യുന്നതായിരിക്കും. പിന്നത്തെ പാപമോ നമ്മളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും, നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ടി വരും. പാപത്തിൻ്റെ അടുത്ത പടികളിലേക്ക് നമ്മളിങ്ങനെ ഉരുണ്ടുരുണ്ട് വീണ് പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരും. ഈ പ്രലോഭനത്തെ, കോംപ്രമൈസ് എന്നുള്ള പ്രലോഭനത്തെ അതിജീവിച്ചോണേ. മൂന്നാമത്തെ പ്രലോഭനത്തിലേക്ക് കടക്കുകയാണ്. എന്തായിരുന്നു മൂന്നാമത്തെ പ്രലോഭനം? ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ അഗ്രത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പിശാച് പറയുകയാണ്, നീ താഴോട്ട് ചാട്. ചാടിക്കഴിയുമ്പോൾ
ദൂതന്മാർ വന്ന് നിന്നെ കൈകളിൽ താങ്ങും. അപ്പം എല്ലാവരും നിന്നെ ശ്രദ്ധിക്കും. നിനക്ക് വലിയ പ്രശസ്തി കിട്ടും. ക്ഷണനേരം കൊണ്ട് നീ ഹീറോയാകും. ചെയ്യ് എന്നാണ് പിശാചിൻ്റെ ഓഫർ. അതായത് വൈകാരിക പ്രകടനങ്ങളിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ, തന്നെ തെളിയിക്കുവാനുള്ള പ്രലോഭനം. നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ പ്രലോഭനം ഉണ്ടാവും. ഇത് ക്ഷണനേരം കൊണ്ട് പ്രശസ്തനാകണം, എന്തെങ്കിലും കാട്ടിക്കൂട്ടണം, പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഈശോ ആ പ്രലോഭനത്തെയും അതിജീവിക്കുകയാണ്. കാരണം ഈശോയ്ക്കറിയാം, ചുറ്റുമുള്ളവർ എന്നിലേക്ക് നോക്കേണ്ടത് ഞാൻ ദേവാലയ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ മാലാഖമാർ താങ്ങിപ്പിടിച്ച വലിയ അത്ഭുതം കണ്ടിട്ടല്ല ആരും ഈശോയിലേക്ക് നോക്കേണ്ടത്. പിന്നെ എപ്പോഴാണ്? അവൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും അവനിലേക്ക് ആകർഷിക്കും. അത്ഭുതങ്ങളും അടയാളം കണ്ടല്ല ആരും ഇങ്ങോട്ട് വരേണ്ടത്, മറിച്ച് കുരിശ് കണ്ടാണ് ഈശോയിലേക്ക് ആൾക്കാർ കൂടേണ്ടതെന്ന് ഈശോയ്ക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ 3 പ്രലോഭനങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ധാരണയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു? ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സ്വന്തം കഴിവുകൊണ്ട്, ഈ കഴിവ് തന്ന ദൈവത്തെ മറന്ന്, ഈ കഴിവ് എന്തിനാണ് തന്നതെന്ന് മറന്ന് സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുക്കാനുള്ള പ്രലോഭനം. രണ്ടാമത്തത് എൻ്റെ ലക്ഷ്യങ്ങളെ പിശാചിനോട് കോംപ്രമൈസ് ചെയ്ത് നേടിയെടുക്കാനുള്ള പ്രലോഭനം. മൂന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു? മൂന്നാമത്തെ പ്രലോഭനം വൈകാരിക പ്രകടനങ്ങളിലൂടെ, പെട്ടെന്നൊരു ബഹളത്തിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള പ്രലോഭനം, തന്നെ സ്ഥാപിക്കാനുള്ള പ്രലോഭനം. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കണം. എങ്ങനെ? ഇതല്ല ദൈവഹിതമെന്ന തിരിച്ചറിവിലൂടെ നമുക്ക് അതിജീവിക്കണം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ പിശാച് എന്ത് കാട്ടിയാണോ ഈശോയെ പ്രലോഭിപ്പിച്ചത്, ഇതൊക്കെ ദൈവം ഈശോയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്നതായിരുന്നു. പിശാച് എന്ത് കാട്ടിയാണോ ഈശോയെ പ്രലോഭിപ്പിച്ചത്, ഇതൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കല്ലുകളെ അപ്പമാക്കാൻ പറഞ്ഞു. 5 അപ്പം എത്രയാക്കി മാറ്റിയവൻ 12 കൊട്ട മിച്ചം വരുന്ന രീതിയിൽ പെരുപ്പിച്ചില്ലേ? രണ്ടാമത്തത് എന്തായിരുന്നു? അത് എല്ലാവരും നിന്റെ കീഴിൽ വരും, വന്നില്ലേ? ലോകം മുഴുവൻ ക്രിസ്തു രാജനെ ആരാധിക്കുന്നില്ലേ? മൂന്നാമത്തെ പ്രലോഭനം, എല്ലാവരും നിന്നെ ശ്രദ്ധിക്കും, എല്ലാവരും ആകർഷിക്കപ്പെട്ടില്ലേ വിശുദ്ധ കുരിശിലേക്ക്? അതായത് ഇതൊക്കെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. പ്രിയമുള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, എനിക്ക് പറയാനുള്ളത്, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണിച്ചു തന്നെയാണ് പിശാച് നിന്നെ പ്രലോഭിപ്പിക്കുന്നത്. ആ പിശാചിനെ ദൂരോട്ട് ഓടിച്ചു വിട്ടാൽ സമയത്തിൻ്റെ പൂർത്തിയിൽ ഇതൊക്കെ ദൈവം നിനക്ക് തരാൻ വെച്ചിരിക്കുന്നതാണ്. നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ പ്രലോഭനങ്ങൾ ഈശോയുടെ കരുത്തു കൂട്ടിയതുപോലെ, ഈശോയെ കൂടുതൽ ശക്തനാക്കിയതുപോലെ, കൂടുതൽ തീക്ഷ്ണതയോടെ അവൻ പരസ്യ ജീവിതത്തിന് ഇറങ്ങിത്തിരിച്ചതുപോലെ, ജീവിതത്തിലെ പ്രലോഭനങ്ങൾ നമ്മളെയും കൂടുതൽ കരുത്തരാക്കട്ടെ. പാപത്തിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് പ്രലോഭനം. പാപം വരുന്നതിന് മുമ്പ് പ്രലോഭനം വരും. പ്രലോഭനത്തോട് നോ പറഞ്ഞു പഠിക്കണം. പ്രലോഭനത്തോട് യെസ് പറഞ്ഞാൽ പിന്നെ നമ്മൾ സൗകര്യപൂർവ്വം അങ്ങ് പാപം ചെയ്യും. അതിനുശേഷം അയ്യോ ഞാൻ പാപം ചെയ്തു പോയെന്ന് പറയുന്നതിൽ കാപട്യമുണ്ട്. പ്രലോഭനങ്ങളോട് കലഹത്തിലേർപ്പെടണം. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കർത്താവിൻ്റെ ശക്തി ചോദിച്ച് വാങ്ങണം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.